Good morning. നമ്മൾ ഫിസിക്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് നമ്മൾ ലിക്വിഡ് പ്രഷർ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ലിക്വിഡ് പ്രഷർ. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തോളൂ കേട്ടോ. നമുക്ക് ലിക്വിഡ് പ്രഷർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ്, അങ്ങനെ പ്രഷർ, ത്രസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. നമ്മൾ ലിക്വിഡ് പ്രഷർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. ഫിഗർ കൊടുത്തിട്ടുണ്ട്, പേജ് 140 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ഏതെങ്കിലും ബുക്കിൻ്റെ PDF നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഞാനിപ്പോൾ പാർട്ട് 2ലേക്ക് കിടന്നു, നമ്മുടെ കെമിസ്ട്രി അല്ലേ, പാർട്ട് 2. അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ബുക്കുകൾ ഞാൻ എടുക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സമഗ്ര എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. സമഗ്ര പോർട്ടലിൽ പോയിട്ട് എന്താ സമഗ്ര, ഓക്കെ, സമഗ്ര എന്നുള്ള പോർട്ടലിൽ സമഗ്ര എന്ന് അടിക്കുക. അപ്പോൾ സമഗ്രയുടെ ഹോം പേജ് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണ് വേണ്ടത് അതിൻ്റെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ അടിച്ചാൽ മതി. ക്ലാസ്സിൽ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് സമഗ്ര എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഓപ്പൺ ആയിട്ട്. ഞാനൊക്കെ അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തു. കുറച്ച് പേരോട് ചോദിച്ചു തോന്നുന്നു. അപ്പോൾ എൻ്റെ പഴയ ഫോണിലാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ പുതിയ ഫോൺ വെച്ച് എടുക്കണേ. അതിന് പുതിയ ഫോണിൽ എൻ്റെ PDF ഇല്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. ഞാൻ അയച്ചു തരാം. ആരൊക്കെ എന്നോട് PDF ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഞാൻ അയച്ചു തരാനായിട്ട്. ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ച് എടുക്കണത്. ഓക്കെ, ആ പോർട്ടലിൽ ഡയറക്റ്റായിട്ട് എടുക്കണേ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ളവർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ അല്ല, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. എന്തായാലും ഈ പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്സ്, സയൻസ് എല്ലാം മലയാളം മീഡിയംകാർക്കും ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയംകാർക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ലിക്വിഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് 3 പൈപ്പ് എടുക്കുക. 3 നമ്മളിങ്ങനെ T ജംഗ്ഷൻ വെച്ചിട്ടുള്ള പൈപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്ക് 3 ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ, ആ പൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ABC എന്നുള്ള 3 ഓപ്പണിങ്സ് ഉണ്ട്. ആ 3 ഓപ്പണിങ്സിൽ നമ്മൾ ഓരോ ബലൂൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, A എന്നതിൻ്റെ ബലൂൺ വെച്ചിട്ടുണ്ട്, Bയിലെ ബലൂൺ വെച്ചിട്ടുണ്ട്, Cയിലെ ബലൂൺ വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഒബ്സർവ് ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺസ് ഓൾ ഫില്ലിംഗ് ദ വാട്ടർ ഇൻ ദ പൈപ്പ്. നമ്മൾ ആ വെള്ളത്തെ ആ പൈപ്പിയുടെ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ആ ബലൂണിൻ്റെ എക്സ്പാൻഷൻ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ പൈപ്പിയുടെ വാട്ടർ ഒഴുക്കി വിടുമ്പോൾ ഈ നോക്കി എല്ലാവരും സെയിം രീതിയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യും? ഇല്ല. A കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, B അതിനേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, C അതിനേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെയിം വെള്ളമാണ് നമ്മൾ ഒഴുക്കി വിടണമെന്നുണ്ടെങ്കിലും എക്സ്പാൻഷൻ, ആ ബലൂണിൻ്റെ എക്സ്പാൻഷന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം ഈ ലിക്വിഡ് പ്രഷറാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലിക്വിഡ് പ്രഷറിൻ്റെ എന്താണ്, ഈ ലിക്വിഡിൻ്റെ എക്സ്പാൻഷനും ഹൈറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഏറ്റവും മുകളിൽ ഇനിയാണ് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ, ഇതിന് താഴത്തേക്ക് പോകുന്നതോറും എക്സ്പാൻഷൻ കൂടി വരും അല്ലേ. അപ്പോൾ ഈ പ്രഷറും ഈ ഡെപ്ത് അല്ലെങ്കിൽ ഈ ഹൈറ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. ഈ താഴത്തേക്ക് പോകുന്നതോറും സംഭവിക്കുക, ആ പ്രഷർ കൂടി വരും. അപ്പോൾ കൂടുതലായിട്ടുള്ള എക്സ്പാൻഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് താഴെ ഒരു ബലൂൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, സിയുടെ താഴെ ഒരു ബലൂൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് സീനേക്കാളും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും. കാരണം ഈ ഡെപ്ത് കൂടുന്തോറും എന്ത് ചെയ്യും? പ്രഷർ കൂടും. ഓക്കെ, അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കൂടുന്നത്. അപ്പോൾ എന്താ, വിച്ച് ബലൂൺ ഹാസ് എക്സ്പാൻഡഡ് മോർ? ഏതാ? C ആണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ റീസൺ? പ്രഷർ ഈസ് മോർ ഇൻ C. കാരണം എന്താ, ഈ ഡെപ്ത് കൂടുന്തോറും എന്താണ്, പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എക്സ്പാൻഷൻ നടക്കും. ഓക്കെ, how can the expansion of balloon can be related to the depth of the level of the liquid in the pipe? Okay, അപ്പോൾ ബലൂണിൻ്റെ എക്സ്പാൻഷനും ഈ പൈപ്പിലെ വെള്ളത്തിൻ്റെ ഡെപ്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ്, താഴത്തേക്ക് പോകുന്നതോറും പ്രഷർ കൂടാന്നുള്ളൊരു റിലേഷനാണ് ഉള്ളത്. Haven't you understand the pressure experienced in the liquids depend upon the height of the column above? അല്ലേ, pour more water into the pipe to raise the water level in it. Haven't you understood why the balloon has expanded more? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഈ വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടാണെന്നുണ്ടെങ്കിൽ, ആ പൈപ്പിൽ ഒഴിച്ച വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം എന്ത് മനസ്സിലായി? ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റും, ഓക്കെ, ആ പൈപ്പിലുള്ള ഈ ലിക്വിഡിൻ്റെ ഹൈറ്റും ഈ ബലൂണിൻ്റെ എക്സ്പാൻഷൻ തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്താ നമുക്ക് റിലേഷൻ നോക്കാം. The pressure exerted by a liquid column increases with increasing height. എന്താണ്, ഈ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോറും ഈ ലിക്വിഡ് കോളത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്താണ്, ആ പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ,
the thrust acting per unit area by a liquid is called liquid pressure. Okay, അപ്പോൾ ലിക്വിഡ് ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് അല്ലെങ്കിൽ ത്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് ലിക്വിഡ് പ്രഷർ. ഓക്കെ, ലിക്വിഡ്സ് എക്സേർട്സ് ഫോഴ്സസ്. ഈ ലിക്വിഡ് നമ്മൾ ഒരു പാത്രത്തിലാണ് എടുക്കുക അല്ലേ, ആ ലിക്വിഡിന് എവിടെ നിന്നൊക്കെ ഫോഴ്സ് കിട്ടും, ആ കണ്ടെയ്നറിന്റെ ചുറ്റും നിന്ന് ഫോഴ്സ് കിട്ടും അല്ലേ. ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ ലിക്വിഡ് എടുക്കണേ, ആ കണ്ടെയ്നറിന്റെ എല്ലാ വാർഡ്സിനും ഈ ലിക്വിഡിന് ഒരു ഫോഴ്സ് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു ഇപ്പൊ ഈ ഹൈറ്റ് ഓഫ് ദ കോളും എന്ത് നമ്മൾ റിലേഷൻ എന്ന് മനസ്സിലായി, പ്രഷർ നമ്മൾ റിലേഷൻ എന്ന് മനസ്സിലായി അല്ലേ. ഹൈറ്റ് ഓഫ് ദ കോളും ലിക്വിഡ് പ്രഷർ നമ്മൾ റിലേഷൻ എന്ന് മനസ്സിലായി. ഇനി അടുത്ത ലിക്വിഡ് പ്രഷർ ആയിട്ട് റിലേഷനുള്ള കാര്യങ്ങൾ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്, ഈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. അപ്പം നിങ്ങൾ സെയിം ആയിട്ടുള്ള സെയിം ഹൈറ്റിലുള്ള 2 PVC പൈപ്പുകൾ എടുക്കുക, അതിന് 2 അറ്റത്തേക്കും 2 എന്ത് ചെയ്യുക, ബലൂൺസ് അറ്റാച്ച് ചെയ്യുക. ഒരെണ്ണത്തിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട ബലൂൺ എന്ന് പറയുന്നത് ബലൂണിൽ വെള്ളമാണ് നിറയ്ക്കേണ്ടത്, ഒരെണ്ണത്തിൽ നിങ്ങൾ കെറോസിൻ മണ്ണെണ്ണയാണ് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഏതാണ് ശ്രദ്ധിക്കുക, രണ്ടും സെയിം ആയിട്ടാണോ എക്സ്പാൻഡ് ചെയ്തത് ശ്രദ്ധിക്കുക. അല്ല, എന്താ, രണ്ടും 2 വ്യത്യസ്ത രൂപത്തിലാണ് എക്സ്പാൻഡ് ചെയ്തത്. ഒരെണ്ണം കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്, വെള്ളം ഒഴിച്ചതായിരിക്കും അതേ മണ്ണെണ്ണ ഒഴിച്ചതായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്, മണ്ണെണ്ണ ഒഴിച്ചതായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്, കാരണം മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ലിക്വിഡ് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. ഓക്കെ, ഡെൻസിറ്റി എഫക്ട് ചെയ്യും, അതിന് ഹൈറ്റ് അഫക്ട് ചെയ്യും. ഇപ്പോൾ ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യണ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം അഫക്ട് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ല, ലിക്വിഡ് പ്രഷർ അഫക്ട് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, രണ്ടാമത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഈ നോട്ട്ബുക്കിലേക്ക് ചെയ്ത ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ലിക്വിഡ് നമ്മുടെ പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഒരു ഏരിയയിൽ ഓക്കെ അനുഭവപ്പെടുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ത്രസ്റ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിനെ, എവിടെ അനുഭവപ്പെടുന്ന, ലിക്വിഡിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് പ്രഷർ ലിക്വിഡിലുള്ള പ്രഷർ അല്ലേ, അപ്പോൾ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് ലിക്വിഡ് പ്രഷർ. ഓക്കെ, ഞാൻ എയറിൽ അനുഭവപ്പെടുന്ന പ്രഷർ നമ്മൾ പഠിക്കാനുണ്ടാവുക എന്ത് പ്രഷർ ആയിരിക്കും, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓരോന്നിനും റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിന് പഠിക്കാം. The thrust experienced by a unit area in liquid is known as liquid pressure. ഈ ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതാണെന്ന് നോക്കാറുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടു ഹൈറ്റ് അല്ലേ, ഹൈറ്റ് ഓഫ് ദ കോളം, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം. ആ ലിക്വിഡ് നമ്മൾ ഒഴിച്ച് ഒരു കോളത്തിലാണ് ഒഴിച്ചപ്പോൾ പൈപ്പിലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ വെള്ളത്തിന്റെ അളവ്, വെള്ളത്തിന്റെ ഹൈറ്റ്, അതാണ് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം. പൈപ്പിലാണ് ഒഴിക്കണമെങ്കിൽ ആ പൈപ്പിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഏതൊരു ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലിരിക്കുന്ന വസ്തുവിനാണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഷോർട്ടായിട്ട് എച്ച് എന്ന് പറയും, ഹൈറ്റിന് പകരം എച്ച്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് ദി ലിക്വിഡ് പ്രഷർ ഒന്ന് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളാണ്. രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, ലിക്വിഡിന്റെ ഡെൻസിറ്റി നമ്മൾ എന്താ പറയുക, ഡി എന്ന് പറയും, ഡെൻസിറ്റി അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണ്, ലിക്വിഡ് പ്രഷർ കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷർ. ഇത് മോഡൽ ചെയ്തെന്ന് മാത്രം എഴുതിയാൽ പോരാ, ആ ബോക്സ് ഉള്ളത് എഴുതണം കേട്ടോ. അപ്പോൾ ആ ബോക്സ് കൊടുത്തിട്ടില്ലേ, പ്രഷർ എക്സർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്, അത് എഴുതണം. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ലിക്വിഡ് ഈസ് നോൺ ആസ് ലിക്വിഡ് പ്രഷർ എഴുതണം. ഫോഴ്സ് എക്സർട്ടഡ് ബൈ, ആ ബോക്സ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഒരു ബോക്സ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. പിന്നെ ഇത് എഴുതാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യാൻ 2 ഫാക്ടർ, ഹൈറ്റ് ഓഫ് ദ കോളം, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാം. ഈ ലിക്വിഡ് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാമെങ്കിൽ എന്ത് ചെയ്യാം, അതാണ് നമ്മൾ അടുത്ത ബോക്സിൽ കൊടുത്തത്. അതും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഈസ് h, density of the liquid is d, and acceleration due to gravity is g,
ലിക്വിഡ് പ്രഷർ നമ്മൾ ഭൂമിയിലാണ് നമ്മൾ വെക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഒരു ഗ്രാവിറ്റിയുടെ ഒരു ഫോഴ്സ് കൂടെ അവിടെ അനുഭവപ്പെടുന്നുണ്ടാവും അല്ലേ. ലിക്വിഡ് കോളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഭൂമിയിൽ മുകളിൽ വെക്കുന്ന സാധനത്തിന് എന്തുണ്ടാവും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിക്വിഡ് പ്രഷറിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും, അതുകൂടാതെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്, ജി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി. അപ്പോൾ അങ്ങനെ ഈ 3 കണ്ടീഷനാണ് എന്ത് ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കേട്ടോ. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഈ 3 ഫാക്ടേഴ്സ് ആണ് ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിക്വിഡ് പ്രഷറിന്റെ എങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും, ലിക്വിഡ് പ്രഷർ ഈസ് ഈക്വൽ ടു, ലിക്വിഡ് പ്രഷർ പി എന്ന് പറയും, പ്രഷർ അല്ലേ, പി ലിക്വിഡ് പ്രഷർ. ഓക്കെ, ലിക്വിഡ് പ്രഷർ പി ഈസ് ഈക്വൽ ടു എന്താ ചെയ്യാം നമുക്ക്, ഹൈറ്റ് ഓഫ് ദ കോളം അല്ലേ, ഹൈറ്റ് ഓഫ് ദ കോളം. പിന്നെ രണ്ടാമത്തെ എന്താണ്, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. മൂന്നാമത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ലിക്വിഡ് പ്രഷർ നമുക്ക് എന്ത് ചെയ്താം, ലിക്വിഡ് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് ഡി ജി എഴുതാം. എച്ച് എന്താണ്, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, ഡി ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു എച്ച് ഡി ജി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പി എന്ന് പറയുന്നത് പ്രഷറാണ്, ലിക്വിഡ് പ്രഷർ. അപ്പോൾ ലിക്വിഡ് പ്രഷർ നമ്മൾ പഠിച്ചു, ലിക്വിഡ് പ്രഷറിന്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച ലിക്വിഡ് പ്രഷറാണ്. ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, ആ ലിക്വിഡ് ഏത് പാത്രത്തിലാണ് നിറച്ചാണ് ആ ലിക്വിഡിന്റെ ഹൈറ്റ്. അതെന്താണ് പറയുന്നത്, പ്രഷർ എക്സർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. പ്രഷർ എന്താണ്, ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. Okay, the pressure exerted by a liquid column increases with increase in height. Okay, pressure increasing. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. മണ്ണെണ്ണ വെള്ളം വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ നടന്നത് എവിടെയാണ്, മണ്ണെണ്ണയിലാണ്. മണ്ണെണ്ണ ഡെൻസിറ്റി കുറഞ്ഞ, വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് മണ്ണെണ്ണയ്ക്ക്. അപ്പോൾ എക്സ്പാൻഷൻ കൂടുതൽ നടന്നത് മണ്ണെണ്ണയ്ക്കാണ്. അപ്പോൾ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തും കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ്, ഭൂമിക്കൊരു ഗുരുത്വാകർഷണ ബലമുണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമുക്ക് ലിക്വിഡ് പ്രഷർ എന്താണെന്ന് പറയാം, ലിക്വിഡ് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് ഡി ജി എന്ന് പറയും. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പി ഈസ് ഈക്വൽ ടു എച്ച് ഡി ജി എന്ന് നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരുന്നു. അപ്പോൾ ലിക്വിഡ് പ്രഷറിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഓക്കെ, ഇപ്പൊ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ നമ്മൾ കണ്ടു. ഇനി എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ, എയറിൽ ഇങ്ങനെ സമാനമായിട്ടൊരു പ്രഷർ ഉണ്ടോ, എയറിൽ. ഓക്കെ, ലിക്വിഡിലുള്ള പ്രഷറിന്റെ കാര്യമാണ് പറയുന്നത്, വെള്ളത്തിന്റെ ഉള്ളിലുള്ള പ്രഷറിന്റെ കാര്യം നമ്മൾ ഇത് പറയുന്നത്. ഇനി എയറിൽ നമ്മൾ നിൽക്കുന്ന എയറിൽ ഇങ്ങനെ പോലൊരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. ഓക്കെ, അറ്റ്മോസ്ഫിയറിന് എന്താണല്ലോ, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എയർ ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ എയറിന്റെ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നോക്കാം. അപ്പോൾ അതും ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബേൺ എ ഫ്യൂ പീസസ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ടോൾ ഗ്ലാസ് ബോട്ടിൽ. ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കുറച്ച് പേപ്പർ കത്തിച്ച് ഒരു ബോട്ടിലിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, peel a fully ripe banana a little and place it in the mouth of the bottle. ഓക്കെ, നിങ്ങൾ കുറച്ച് നല്ല പഴുത്തൊരു ബനാന പകുതി തൊണ്ട് പൊളിച്ച് ആ ബോട്ടിലിന്റെ വായ വെക്കാം. ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്നു, ഫിഗർ 10.15 കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ വെക്കാം. When the paper has almost burned, what do you observe? What might be the reason? ഈ പേപ്പറൊക്കെ നമ്മൾ കത്തിച്ചാണ് ഇടുന്നത് അല്ലേ, അപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ട് ഫുള്ള് കത്തി. അത് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ചോദ്യം എന്ന് പറയുന്നതൊക്കെയാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ വെൻ ദ പേപ്പർ ബേൺസ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിൽ ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ഗെറ്റ് എക്സ്പെൽഡ് വെൻ ദ പ്രഷർ ഇൻസൈഡ് ഇറ്റ് ഇൻക്രീസ് ആൻഡ് എക്സ്പാൻഡ്. How is the pressure of the air in the bottle after the mouth of the bottle is shut by the banana? Find the answer by comparing it with the atmosphere എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കാരണം, അറ്റ്മോസ്ഫിയർ പ്രഷർ ആ ബോട്ടിലിൻ്റെ ഉള്ളിലായിരിക്കും പുറത്തായിരിക്കും കൂടുതൽ.
എയറിലുള്ള പ്രഷറാണ് അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ആ ബനാന കൊണ്ട് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ ആ ബോർഡിലുള്ള പ്രഷറിനേക്കാളും എന്താണ് കൂടുതലാണ് പുറമെയുള്ള പ്രഷർ അല്ലേ. പുറമെയുള്ള പ്രഷറല്ലേ കൂടുതൽ, അറ്റ്മോസ്ഫിയറിന് മൊത്തം ഒരു പ്രഷറുണ്ട്. ആ ബോർഡിൽ കുറച്ച് പ്രഷറേ നമ്മൾ അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ വേറെ അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. അതിൽ ആ ബോർഡിലുള്ള പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ എവിടെയുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. Since the atmospheric pressure outside the bottle is greater than the pressure inside the bottle, ഈ ബനാന സംഭവിക്കും, ഈ ബനാന സ്ലിപ്സ് ഇൻ ടു ദ ബോട്ടിൽ എന്നാണ് പറയുന്നത്. എന്താണ് ബനാന പുറത്തേക്ക് തള്ളി പോവുകയും ചെയ്യില്ല. ബനാന എന്താണ് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് വീഴും. കാരണം എന്താണ്, ബോട്ടിലിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവാണ്. ഓക്കെ, പുറമെ അപേക്ഷിച്ച് അറ്റ്മോസ്ഫിയറിനെ അപേക്ഷിച്ച് ബോട്ടിലിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉരിഞ്ഞ് മുകളിൽ പകുതി അടച്ചു വെച്ച ബനാനയില്ലേ, പകുതി ഉരിഞ്ഞ് വെച്ച ബനാന, അത് ഫുള്ളായിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. കാരണം എന്താ, ബോട്ടിലിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവാണ്. ഓക്കെ, കുപ്പിയുടെ ഉള്ളിൽ പ്രഷർ കുറവാണ്. എന്തിനെ അപേക്ഷിച്ച്, പുറമുള്ള നമ്മുടെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ആ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ബനാന സ്ലിപ്പ് ചെയ്ത് വീഴുന്നതാണ് പറയുന്നത്, തെന്നി വീഴും. അപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഫ്രം ദിസ് എക്സ്പെരിമെന്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ക്യാൻ എക്സേർട്ട് പ്രഷർ അല്ലേ. എന്ത് സംഭവിച്ചു, ഈ അറ്റ്മോസ്ഫിയറിക് എയറിന് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ആ ബനാന എന്ത് സംഭവിക്കില്ല, ബനാനയുടെ ഉള്ളിലേക്ക് വീഴില്ല അല്ലേ. ഈ ബനാന ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള എന്താ ഒരു പ്രഷറിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ എയറിനും എന്ത് കൊടുക്കാൻ പറ്റും, ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ പഠിച്ചു. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് എൻവലോപ്പ് ഓഫ് എയർ സറൗണ്ട്സ് എയർ. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ എയർ എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. നമുക്കറിയാം എന്താണ്, എയറിന് ചുറ്റും ഒരു എയറിൻ്റെ ഒരു എൻവലോപ്പ്, ഒരു മൂടികയുണ്ട് അല്ലേ. ഈ എയറിൽ മാത്രം കാണപ്പെടുന്നതാണ്, എർത്തിൽ മാത്രമുള്ളതാണ് എയർ അല്ലേ. ഓക്സിജന്റെ ജീവന്റെ സാന്നിധ്യം നമ്മൾ എർത്തിൽ മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. വേറെ പ്ലാനറ്റിലൊന്നും ജീവന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന മാർസിലൊക്കെ നമുക്ക് ഐഡന്റിറ്റി എന്താണ്, ഒരു പ്രൂഫ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെ. വെള്ളത്തിന് സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. കാരണം മനുഷ്യന്റെ വാസം എന്താണ്, എർത്തിൽ മാത്രം. മനുഷ്യവാസം എന്താണ്, മൃഗങ്ങളൊക്കെ വസിക്കുന്നത് എർത്തിൽ മാത്രമാണ്. കാരണം അവിടെ മാത്രമാണ് ഒരു ഓക്സിജൻ, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സംഭവങ്ങളൊക്കെ എർത്ത് എന്ന പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുണ്ട്, എർത്തിന് ചുറ്റും ഒരു എയറിന്റെ ഒരു കവറുണ്ട്, ഒരു എൻവലോപ്പ് ഉണ്ട്. ദിസ് ഈസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് ദ എയർ നിയർ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഗ്രേറ്റർ ആൻഡ് it decreases as we go up. എന്താണ്, ഈ എർത്തിന്റെ എന്താണ്, എർത്തിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. ഓക്കെ, വെച്ചാൽ നമ്മൾ വലിയ മല കയറാണ്. ഓക്കെ, മല കയറുമ്പോൾ എന്ത് സംഭവിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. നമ്മൾ ഭൂമിയിൽ നിന്ന് എന്തോരം മുകളിലേക്ക് പോകുന്നു അവിടേക്ക് എന്ത് സംഭവിക്കുക, ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വലിയ മൗണ്ടൈൻ കയറുന്ന ആൾക്കാരുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എർത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നതോറും അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതോറും നമ്മുടെ ബോഡിയിലുള്ള പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെയിൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ ചോര വരും. ഓക്കെ, ആ പ്രഷറിന്റെ വേരിയേഷനാണ് അത് കാണിക്കുന്നത് കേട്ടോ. പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ വലുതാവാൻ തുടങ്ങും, എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ ചോര വരും. ഓക്കെ, അതുകൊണ്ട് പ്രഷറിന്റെ വ്യത്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Hence the atmospheric pressure decreases. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. The weight of the air column over the unit area of Earth's surface is called atmospheric pressure. എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്? എന്താണ്, ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ, എർത്തിന്റെ സർഫസിലെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എയറിന്റെ എന്താണ് ആ വെയിറ്റിനെ, എയർ കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. The weight of the air column near over per unit area. ഒരു യൂണിറ്റ് ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ലിക്വിഡ് പ്രഷർ ആണെന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ലിക്വിഡിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെന്ന് അത് തന്നെ നമ്മൾ ഒരു യൂണിറ്റ് ഏരിയ മാത്രമേ നോക്കുന്നുള്ളൂ. ആ യൂണിറ്റ് ഏരിയയിലുള്ള എയർ കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, the weight of air column over unit area of the earth's surface is called atmospheric pressure. അങ്ങനെ എർത്തിന്റെ സർഫസിൽ വെച്ചാണ് നമ്മൾ നോക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ കേട്ടോ. എർത്തിന്റെ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എയർ കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ യൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് നമ്മൾ ജ്യൂസ് ഒക്കെ വലിച്ചു കുടിക്കും അല്ലേ. അത് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വേരിയേഷനോടാണ് വരുന്നത്. ലിക്വിഡിലുള്ള എന്താണ് നമ്മൾ വലിക്കുമ്പോൾ ഈ എന്ത് സംഭവിക്കും, ഈ സ്ട്രോയിലുള്ള പ്രഷർ പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ പ്രഷർ കൂടുതലുള്ള ഈ കൂടിയ പ്രഷറുള്ളടത്തേക്ക് കുറഞ്ഞ പ്രഷറുള്ളടത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് സ്ട്രോയിലൂടെ കിട്ടുന്നത് വെള്ളം കയറി വരുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ സ്ട്രോയിലുള്ള എയർ ഫുള്ള് പോയിട്ട്
പ്രഷർ പോകും. എന്നിട്ട് സംഭവിക്കും ലോവർ പ്രഷറിൽ നിന്ന് ഹയർ പ്രഷറിൽ നിന്ന് എന്തായാലും സ്ട്രോളിൽ പ്രഷർ കുറവാണല്ലേ, ലോവർ പ്രഷറിലേക്ക് വെള്ളം എൻ്റർ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് വലിക്കുന്ന സ്ട്രോ വയ്ക്കുന്നത് നമുക്ക് ജ്യൂസൊക്കെ വെച്ച് കുടിക്കാൻ പറ്റുന്നത്. അതേപോലെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആസ്ട്രോണറ്റ്സ്, നമ്മുടെ ബഹിരാകാശത്തും അവരൊക്കെ അതിനനുസരിച്ചുള്ള സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ പോലെ തന്നെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും ബഹിരാകാശത്ത് പോകണം കണ്ടിട്ടില്ല അല്ലേ. അത് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള മാസ്കും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ്, അവരുടെ പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രഷറിൻ്റെ വേരിയേഷനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സും അതുപോലെ മാസ്കും ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് അവർ പോകും. കാരണം എന്താ, ബഹിരാകാശത്ത് ഈ പറഞ്ഞ ഗ്രാവിറ്റിയോ ഈ പറഞ്ഞ എയർ ഓക്സിജനോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അത് തന്നെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളും കൊണ്ടും കാര്യങ്ങൾ കൊണ്ടാണ് അവരവിടേക്ക് പോവുക. ഇനി മൗണ്ടെയിൻ അറിയാൻ പറഞ്ഞു അല്ലേ. വലിയ മൗണ്ടെയിൻസ് ക്ലൈംബ് ചെയ്യണവർ കുറച്ച് കഴിയുമ്പോൾ നെയ്സൽ ബ്ലീഡിങ്, മൂക്കിന്ന് ചോര വരാൻ. മൂക്കിന്ന് ചോര വരാനുള്ള കാരണം വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ചോര വരാൻ തുടങ്ങും കേട്ടോ. ചോര വരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രഷറിൻ്റെ എന്താണ്, ഈ നമ്മൾ ഹൈറ്റ് എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എന്തോരം മലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് കുറേ മുകളിലേക്ക് കയറാണ് അല്ലേ. അപ്പോൾ അത് കയറും തോറും പ്രഷർ എന്ത് സംഭവിക്കും, പ്രഷർ കുറഞ്ഞ് വരും. പ്രഷർ കുറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് ആണ് ഈ മൂക്കുന്നത്, അതുകൊണ്ടാണ് ചോര വരുന്നത്. ഓക്കെ, മരണം കാരണം അവർ ചെറിയ രീതിയിൽ ചെറിയ നെയ്സൽ ബ്ലീഡിങ് ഒക്കെ അറിയും. പിന്നെ എന്താണ്, നമ്മൾ ഈ റബ്ബർ സക്കറി പോളിഷ് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ റബ്ബറിൻ്റെ സക്കർ വെച്ചിട്ടായിരിക്കും. ഇപ്പം ടീപ്പോയി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പോളിഷ് ചെയ്ത മരത്തിൻ്റെ മുകളിൽ റബ്ബറിൻ്റെ സക്കർ വയ്ക്കും അല്ലേ. റബ്ബർ വെച്ചാൽ എയർ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനം വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ അതിന് മുതൽ ഗ്ലാസ് ഒക്കെ വയ്ക്കുക. അതിന് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുക. നമ്മൾ അത് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് അത് ലോക്കായിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അതെന്തിനാണ്, ഇത് നമ്മളൊരു കറക്റ്റ് ബ്രേക്ക് തെന്നി പോവാതെ കറക്റ്റ് ഒരു പോളിഷ് സർഫസ് ആണ്. അപ്പോൾ ഗ്രാവിറ്റി കുറവായിരിക്കും അല്ലേ. പോളിഷ് സർഫസ് നമ്മൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയുമെന്ന് പറയും അല്ലേ. പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ സർഫസ് ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് തട്ടുമ്പോഴേക്കും എന്താ, ഗ്ലാസ് തെന്നി നിലത്തുകൊണ്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് ഒരു ഫിക്സ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ആണി അടിച്ചൊന്നും ഫിക്സ് ചെയ്താൽ വെക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ റബ്ബർ സർഫസ് പോളിഷ് സർഫസ് വെക്കലും റബ്ബർ സക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ ടീപ്പോയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ റബ്ബർ സക്കർ അടിയിലെ ഗ്ലാസിൻ്റെ അടിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താ, ഈ പെട്ടെന്ന് അതിൻ്റെ ബ്രേക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ റബ്ബർ സക്കേഴ്സ് ഒക്കെ വെക്കുന്നത്. നമ്മുടെ ചാപ്റ്ററാണ് കഴിയാണ്ടോ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു, ദ വെയിറ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ നിയർ ദ എർത്ത് ക്രസ്റ്റ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രഷർ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്ന് പഠിച്ചു, ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യും. ഓക്കെ, സർഫസ് ഓഫ് എർത്ത് അറ്റ് സീ ലെവൽ. അപ്പോൾ സീ ലെവലിലാണ് കൺസിഡർ ചെയ്യുന്നത്, ഭൂമി സമുദ്രനിരപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ എന്ന് പറയുന്നത്, ദിസ് ഈസ് ഈക്വലന്റ് ടു ദ വെയിറ്റ് ഓഫ് മെർക്കുറി കോളം ഓഫ് ഹൈറ്റ് 0.76 മീറ്റർ ആൻഡ് യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറും എന്താണ് ഹൈറ്റ് 0.76 മീറ്റർ ഉള്ള ഒരു മെർക്കുറി കോളത്തിൻ്റെ ഇതിന് തുല്യമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാണ് പറയുന്നത്. മെർക്കുറി കോളാണ് എടുത്തത്, വാട്ടർ കോളല്ല. മെർക്കുറി കോളം എന്താണ് 0.76 മീറ്റർ ഹൈറ്റും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്താണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു മെർക്കുറി കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഒരു കോളം അങ്ങനത്തെ ഒരു സാധനം. ഹൈറ്റ് എന്ന് പറയുന്നത് 0.76 മീറ്റർ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ 1 മീറ്റർ സ്ക്വയർ. അതിലുള്ളത് മെർക്കുറി. അപ്പം അങ്ങനെ ഒരു മെർക്കുറി ഫില്ല് ചെയ്ത ഒരു കോളത്തിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാർ, BAR കേട്ടോ. ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ബാർ. ഇനി നമ്മൾ അത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ പേരാണെന്ത്, ബാറോമീറ്റർ. അപ്പോൾ യൂണിറ്റ് ബാറാണ്, ഇൻസ്ട്രുമെന്റ് പേര് ബാറോമീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ മറ്റേ മെർക്കുറിയുടെ അത് ഹൈറ്റും അത് ഏരിയ ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നിങ്ങൾ എന്താണ് ആ യൂണിറ്റും അതേപോലെ തന്നെ ആ ഇൻസ്ട്രുമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് ബാറാണ്. നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ബാറോമീറ്റർ ആണ്. ഓക്കെ, അത് മറക്കരുത്, അത് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചത് എന്താണെന്ന് പറയാം. നമ്മൾ എന്ത് പഠിച്ചത് ലിക്വിഡ് പ്രഷറാണ്. ലിക്വിഡ് പ്രഷർ പറഞ്ഞു ഒരു യൂണിറ്റ് ഏരിയയിൽ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്.
അല്ലേ? ഞാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ പഠിച്ചു. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ്? ഒരു എർത്തിന്റെ സർഫസിലെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എയർ കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ പിന്നെ പഠിച്ചത് എന്താണ്? പഠിച്ച പോലെ അറ്റ്മോസ്ഫിയർ എന്താണ് പഠിച്ചത്? അറ്റ്മോസ്ഫിയർ എർത്തിന് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു എൻവലോപ്പ് ആയിട്ടുള്ള എയർ കവർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അത് എർത്തിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ്, വേറെ പ്ലാന്റിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? പിന്നെ നമ്മൾ മുകളിലേക്ക് എയറിന്റെ ക്രസ്റ്റ് ചെയ്യുന്നത്, എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്നതും ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും, മുകളിലേക്ക് പോകുന്നതും പ്രഷർ കുറയും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? എന്താ പറയുക, അതിൻ്റെ കുറേ എന്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വൈ ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ, വിച്ച് പ്രിൻസിപ്പിൾ ഇസ് ബിഹൈൻഡ് ദ ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ. അപ്പോൾ ഏത് പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ് നമ്മൾ എന്താണ് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നതെന്ന്? ഏത് പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ് നമുക്ക് സ്ട്രോ ഇങ്ങനെ ജ്യൂസ് കിട്ടാനുള്ള കാരണം. ഓക്കെ, കാരണം എന്താ? പ്രഷർ കുറഞ്ഞിടത്തുനിന്ന് പ്രഷർ കൂടി സ്ഥലത്തുനിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളത്തിൻ്റെ ലിക്വിഡ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സക്ക് ചെയ്യുമ്പോൾ ആ സ്ട്രോയിലുള്ള പ്രഷർ പോവും. അപ്പോൾ വെള്ളത്തിനുള്ള ഹൈ പ്രഷറാണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് സംഭവം? ഈസി ആയിട്ട് വെള്ളം ഈ ഹൈ പ്രഷറിലോട്ടുനിന്ന് ഈ ലോ പ്രഷറിലോട്ടേക്ക് വെള്ളം അങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ജ്യൂസ് സ്ട്രോ വെച്ചിട്ട് കുടിക്കാനുള്ള കാരണം. ഓക്കെ, അല്ല സ്ട്രോ വെച്ച് കുടിക്കാനുള്ള കാരണമല്ല, സ്ട്രോ വെച്ച് കുടിക്കാൻ പറ്റുന്നത്. ഓക്കെ, സാധാരണ കുടിച്ചാലും വായിലേക്ക് തന്നെയാണ്, സ്ട്രോ വെച്ച് കുടിച്ചാലും വായിലേക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള ഈ നെയ്സൽ ബ്ലീഡിങ്, കാരണം എന്താ? എയർ സ്റ്റുഡൻസിന് നെയ്സൽ ബ്ലീഡിങ് ഉണ്ടാകാൻ വൈ എന്ന് ചോദിക്കും. ഓക്കെ, വൈ എന്തുകൊണ്ടാണ് നെയ്സൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള കാരണം? അപ്പോൾ എന്താണ്? നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതും പ്രഷർ കുറയും. ആ പ്രഷറിന്റെ കുറവ് കൊണ്ടാണ് നെയ്സൽ ബ്ലീഡിങ് ഒക്കെ അറിയാനുള്ള കാരണം. അപ്പം അങ്ങനെ ചോദിക്കാം, ചില റീസൺ തന്നിട്ട് ഇങ്ങനെയാണ്, അത് എന്തുകൊണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിളൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ അവസാനം പഠിച്ചത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 0.76 മീറ്റർ ഹൈറ്റും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു മെർക്കുറി കോളത്തിന്റെ ഇതിന് തുല്യമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് പറയുന്നത്. നമ്മൾ പ്രഷറിന്റെ യൂണിറ്റ് ബാറാണ്, BAR ബാർ കേട്ടോ, BAR ബാറാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ്. മറക്കരുത്, നിങ്ങൾക്ക് പരിചയമുള്ള ബാർ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് ബാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് അറിയാം, അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ബാറിനോട് സാമ്യമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്താണ്? ബാറോമീറ്റർ, BAROMETER. ഓക്കെ, ബാറോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? അത് അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിട്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ്? ബാറ് ഓർക്കണം, യൂണിറ്റ് ആണ് ബാറ്, ഇൻസ്ട്രുമെന്റ് ആണ് ബാറോമീറ്റർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളൂ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ പോകുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ നോട്ടുകൾ എഴുതാൻ വൈകരുത് കേട്ടോ. നോട്ടുകൾ പോയി എഴുതാൻ അന്ന് നന്നായി എടുത്ത് എഴുതി പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അവസാനം ഞാൻ ക്ലാസ്സുകൾ ടെക്സ്റ്റ് പേപ്പർ പറയുമ്പോൾ ചിലവരൊക്കെ ടെക്സ്റ്റ് പേപ്പർ പറയുന്ന ദിവസങ്ങളാണ് ക്ലാസ് മൊത്തമായിട്ട് കേൾക്കണമെന്ന് പാരൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എന്നാന്ന് ഞാൻ കുറച്ച് 1/2 മണിക്കൂറിന് ക്ലാസ് എടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇത് മാത്രം എഴുതി, ഞാൻ ബോർഡിൽ ഇരുന്ന് മാത്രം എഴുതിയാൽ പോലെ കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ കേട്ടോ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണമെന്ന് വെച്ചാൽ ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക. ഇപ്പോഴത്തെ മനസ്സിലാക്കാണ്ട് എഴുതിയിട്ട് കാര്യമില്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Thank you.